നമ്മുടെ ഇടയിൽ പലർക്കും പല രീതിയിലുള്ള വിനോദങ്ങളാണ്. ഇവിടെ ഒരാൾക്ക് സംഗീതോപകരണങ്ങളുടെ കളക്ഷനാണ് ഒരു വിനോദം. ഒന്നും രണ്ടുമല്ല, 4000-ലധികം. ഈ വ്യക്തിയെ നമുക്കിന്ന് പരിചയപ്പെടാം കേരള ഡെസ്കിലൂടെ. സംഗീതോപകരണങ്ങൾ വിൽക്കുന്ന ജോയിയെ തേടി 10 വർഷങ്ങൾക്ക് മുൻപ് ഒരു വിദേശിയെത്തി. കേരളത്തിലെ പരമ്പരാഗത വാദ്യോപകരണങ്ങളായിരുന്നു സായിപ്പിന്റെ ലക്ഷ്യം. 35 തരം വാദ്യോപകരണങ്ങളെങ്കിലും വിദേശിക്ക് വേണം, അതും പരമ്പരാഗതം തന്നെ വേണം. ഇതന്വേഷിച്ചിറങ്ങിയ ജോയിക്ക് അന്വേഷണത്തിൽ 200-ലധികം ഉപകരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു. ഇത് ജോയിയുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവായി. കിട്ടുന്ന വാദ്യോപകരണങ്ങളെല്ലാം ഏതു വിധേനയും സ്വന്തമാക്കി ജോയി തന്റെ വീട് ശരിക്കും സംഗീതമയമാക്കി. ഇപ്പോൾ വാദ്യോപകരണങ്ങളിൽ തട്ടാതെ ജോയിയുടെ വീട്ടിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കൃത്യമായി പറയാൻ സാധിക്കില്ലെങ്കിലും 4000-ലധികം വാദ്യോപകരണങ്ങളാണ് ഇന്ന് ജോയിയുടെ ശേഖരത്തിലുള്ളത്. കയ്യിലുള്ള 4000 ഉപകരണങ്ങളിൽ 1000-ലധികവും വായിക്കാനും ജോയിക്കറിയാം. 5 ഭൂഖണ്ഡങ്ങളിലുമായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ കളക്ഷനാണ് ഇയാൾക്കുള്ളത്. തന്റെ പക്കലുള്ള സംഗീതോപകരണങ്ങളുടെ കേടുപാടുകൾ തീർക്കുന്നതും ജോയി തന്നെ. 7000-ലധികം വാദ്യോപകരണങ്ങൾ നിർമ്മിക്കാൻ ജോയിക്ക് കഴിയും. അമ്മാവനാണ് ഇക്കാര്യങ്ങളിൽ ജോയിയുടെ അടിസ്ഥാന ഗുരു. ഒരു അമേരിക്കക്കാരനൊരു സായിപ്പ് വന്നൊരു പ്രഭാതത്തിൽ ഒരു 35 പരമ്പരാഗത സംഗീതോപകരണങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ അന്ന് മുതലാണ് ഇതുപോലെ പരമ്പരാഗത സംഗീതോപകരണങ്ങൾ അനേകം കേരളത്തിൽ നശിക്കപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി അത് നിർമ്മിക്കുവാനും അല്ലെങ്കിൽ കണ്ടുപിടിക്കാനും വേണ്ടി നടന്ന് കേരളത്തിൽ 200-ൽ പരം സംഗീതോപകരണങ്ങൾ ഇപ്പോൾ കണ്ടെത്തുവാൻ സാധിക്കുകയും അതുപോലെ പല സംഗീതോപകരണങ്ങൾ ലോകം മുഴുവൻ നശിച്ചതായി കാണപ്പെട്ടു. ഞങ്ങൾക്ക് 7000-ൽ പരം നശിച്ച സംഗീതോപകരണം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലിപ്പോൾ 2000-ൽ പരം ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. ശേഖരിച്ചപ്പോൾ ലോക റെക്കോർഡാണ്, ഗിന്നസ് ബുക്കുകാരോട് അംഗീകരിച്ചിട്ടുള്ളതാണ്. കേരളത്തിൻ്റെ പല ജില്ലകളിൽ ഇപ്പോൾ പ്രദർശനങ്ങൾ നടത്തി വരികയാണ്. ഇനിയും ഭാവി തലമുറയ്ക്ക് കാണത്തക്ക വിധത്തിലൊരു വലിയൊരു മ്യൂസിയമാണ് എൻ്റെ ഭാവിയിലുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ ട്രെയിനിങ് ഇവിടെ ഫ്രീ ആയിട്ട് നമ്മളിവിടെ കൊടുക്കുകയാണ്. ഇപ്പോൾ സാംസ്കാരിക വകുപ്പിൻ്റെ ധനസഹായത്തോടുകൂടി ഇപ്പോൾ വളരെ വിപുലമായ രീതിയിൽ ഇതിപ്പോൾ നടത്താൻ പോവുകയാണ്. അപ്പോൾ മ്യൂസിയം കെട്ടിയോടെ മ്യൂസിയത്തിൽ റിസർച്ചും വർക്കും ഇതിൻ്റെ ട്രെയിനിങ്ങും സെൻറ്ററുമായിട്ട് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഇന്ന് ജോയിയെ തേടി ഇവിടെ നിരവധി പേരെത്തുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വിദേശികൾ തന്നെ. ഗവേഷണ വിദ്യാർത്ഥികളാണ് ഇനിയൊരു കൂട്ടർ. 10,000 രൂപയിലധികം വിലയുള്ള ഗോത്രവാദ്യമായ ജബൈൻ ജോയ് നിർമ്മിച്ചു നൽകുമ്പോൾ 2000 രൂപയെ ചിലവ് വരൂ. ഓസ്ട്രേലിയൻ ഗോത്രവാദ്യമായ ഡിജിരിഡോസ് തുടങ്ങി 400 വർഷം പഴക്കമുള്ള കുടുക്ക വീണ വരെ ജോയ് നിർമ്മിക്കുന്നു. എനിക്ക് ലോകം മുഴുവൻ എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാം ഉണ്ട്. അവരിൽ മുഖേന കുറേയൊക്കെ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഇന്ത്യയിലുള്ള പല സ്റ്റേറ്റുകളിലുള്ള ആൾക്കാർ ഇവിടുത്തെ ഏജൻറ്റുമാർ, കമ്പനിയുടെ എൻ്റെ ഏജൻറ്റുമാരെ വെച്ച് കളക്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഞാൻ കേരളത്തിലും തമിഴ്നാട്, കർണാടക ഇവിടെ എല്ലാം സഞ്ചരിച്ച് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കേരളത്തിൽ ഉള്ളതിൽ പകുതി ഇൻസ്ട്രുമെൻറ്റും വളരെ അപൂർവ വാദ്യോപകരണങ്ങളാണ്. അതിൽ ഷഡ്കാല ഗോവിന്ദമാരാർ ഉപയോഗിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന കുടുക്ക വീണയാണ് അതിൽ ഏറ്റവും പ്രസിദ്ധമായിട്ട്. തൊണ്ടയിൽ നിന്ന് വരുന്ന തിങ്സ് ആവിഷ്കരിക്കാവുന്ന അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ലോകത്തൊരു ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടെന്ന് തോന്നുന്നില്ല. അതൊരു നല്ലൊരു ഇൻസ്ട്രുമെൻ്റാണ്. അത് വളരെ ഇന്ന് ഇൻ്റർനാഷണൽ ലെവലിൽ അത് മാർക്കറ്റിൽ നല്ല പോകുന്നത്. ഇവിടെ ചെയ്ത് വെച്ചിരുന്ന ഒരു സാഹിബിനെ വായിച്ച് ഏൽപ്പിച്ച് അപ്പോൾ അത് വാങ്ങിച്ചിരിക്കും. പക്ഷെ അത് അത്രമാത്രം കൗതുകം ഉണർത്തുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഇപ്പോൾ തൃപ്പൂണിത്തുറയിലെ രാമമംഗലം കൃഷ്ണൻകുട്ടിയാണ് കുടുക്ക വീണ വിദ്വാൻ. വീണകളുടെ അപൂർവ ശേഖരമാണ് ജോയിക്കുള്ളത്. ഇന്ത്യയിലാകെ 60 ഇനം വീണകളാണുള്ളത്. ഇതിൽ സരസ്വതി വീണ മാത്രമാണ് പ്രചാരത്തിലുള്ളത്. എന്നാൽ ജോയിയുടെ സംഗീതശേഖരത്തിൽ 40 തരം വീണകളാണുള്ളത്. ചീങ്കണ്ണി വീണ, മയൂരവീണ, ഇങ്ങനെ അപൂർവങ്ങളായ പലതരം വീണകളും ജോയിക്കുണ്ട്. സംഗീതം പഠിക്കാൻ സ്വാതി തിരുനാൾ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത സ്വരബെത്തയും പഴയകാലത്ത് രാജാക്കന്മാർ മീട്ടുന്ന പലതരം യാഴുകളും ജോയിയുടെ സ്വന്തം തന്നെ. മംഗോളിയ, അറേബ്യ, എത്യോപ്യ എന്നീ രാജ്യങ്ങളിലെ വാദ്യോപകരണങ്ങളും ഇവിടെയുണ്ട്. തന്റെ അപൂർവ ശേഖരത്തെ പൊതുജനങ്ങൾക്ക് കാണാനും മനസ്സിലാക്കാനുമുള്ള അവസരവും ജോയി ഒരുക്കിയിട്ടുണ്ട്. 20-ലധികം പ്രദർശനങ്ങളാണ് ഇത്തരത്തിൽ സംഘടിപ്പിച്ചത്.
കൂടുതലും എൻ്റെ ഷെയർ എന്നുള്ള ട്രൈബൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതായത് ജനങ്ങളൊന്നും കാണാത്ത, അല്ലെങ്കിൽ കാണാൻ തന്നെ പറ്റത്തില്ല, കാടുകളിലാണ് ഉപയോഗിക്കുന്നത്. കൊടും കാടുകളിൽ ഉപയോഗിക്കുന്ന ട്രൈബൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് എൻ്റെ കയ്യിൽ കൂടുതൽ. അതാണ് ജനങ്ങൾക്ക് ഒന്ന് കാണാനും വളരെ കൗതുകവും ജിജ്ഞാസയൊക്കെ കൊളുത്തുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റുകളാണ് അതിൽ. വളരെ അപൂർവമായിട്ടുള്ള സംഭവങ്ങളാണ് അത് കാണാൻ. അപ്പോൾ അത് എൻ്റെ കയ്യിൽ വളരെയധികം ഉണ്ട്. മുളയിൽ മാത്രം 300 ഇഷ്ടം മുള ഐറ്റമുണ്ട്. മുള ഐറ്റമാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സംഗീതോപകരണം. മുളയിൽ നിന്ന്, മുള, തടി, കല്ല്, പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന കാകൾ, ഇതിൽ നിന്നാണ് അന്ന് സംഗീതോപകരണം നിർമ്മിക്കപ്പെട്ടിരുന്നത്. അതായത് ടൂൾസുകളോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് അവിടെ കിട്ടുന്നതോ അതിനെ വെച്ചുള്ള ചെറിയ ഇതിൽ നിന്നാണ് നിർമ്മിക്കപ്പെടുന്നത്. അതിൽ നിന്നാണ് ബാക്കിയെല്ലാം ഇങ്ങനെ വേർതിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫ്ലൂട്ട് തന്നെ ലോകത്തിലെ ആദ്യത്തെ സുഷിരവാദ്യമായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അതിന് പാൻ ഫ്ലൂട്ട് എന്നാണ് അന്ന് പറയപ്പെടുന്നത്. അതിൽ നിന്നാണ് പിന്നെ മറ്റുള്ള ഇതെല്ലാം നിർമ്മിക്കപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഒരു ഉപകരണ നിർമ്മാണ കേന്ദ്രം തുടങ്ങണമെന്നതാണ് ജോയിയുടെ പദ്ധതി. പല പുരസ്കാരങ്ങളും ഇതിനിടെ ജോയിയെ തേടിയെത്തിയിട്ടുണ്ട്. തന്റെ അനുഭവങ്ങളെയും അന്വേഷണ ഫലങ്ങളെയും കോർത്തിണക്കി 170 വാദ്യോപകരണത്തെക്കുറിച്ച് വാദ്യകലാ വിജ്ഞാനീയം എന്ന പുസ്തകം തയ്യാറാക്കുകയാണിപ്പോൾ ജോയി. അറിവുകളെ അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകാൻ മടി കാണിക്കാത്ത ഒരു സംഗീതാത്മക കാഴ്ച.